ഫ്രണ്ട്സ്, സൂഷ്യസ് പാരഡൈസ് ഫോർ ആനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ഒരു ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് തെരുവ് നായ ആൾക്ക് ഭക്ഷണം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം. സുപ്രീം കോടതി വളരെ കർശനമായിട്ട് ഭക്ഷണം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ ഒരു വിധിയെ സംബന്ധിച്ചിട്ടാണ് ചില കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. കുറച്ച് മാസം മുമ്പ് ഞാൻ എന്നെ റോഡിലൊരു പൂച്ചയ്ക്ക് മീൻ വാങ്ങിയപ്പോൾ ഒരു ചെറിയ കഷ്ണം മീൻ ഇട്ട് കൊടുത്തു അതിന്. അപ്പോൾ തൊട്ടടുത്ത കടക്കാരൻ എന്നോട് പറഞ്ഞു, അത് സുപ്രീം കോടതി വിധി അറിയില്ലേ, റോഡിൽ ഭക്ഷണം കൊടുക്കരുത്, നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഇത് പറയുന്ന സമയം അയാളുടെ ഈ 2 വിരലിനകത്ത് ഒരു സിഗരറ്റ് ഇരുന്ന് എരിയുന്നുണ്ടായിരുന്നു. പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കാൻ പാടില്ല, പുക വലിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധി വന്നിട്ട് എത്ര കാലമായി? അപ്പോൾ ചില നിയമങ്ങൾ ചിലർക്ക് അനുസരിക്കാൻ പറ്റും, ചില നിയമങ്ങൾ ചിലർക്ക് അനുസരിക്കാൻ പറ്റില്ല. അതാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ. അപ്പോൾ പുകവലി നിരോധിച്ചിട്ടും പുകവലിക്കുന്ന ഒരാൾ സ്ട്രീറ്റിൽ പട്ടിയൊക്കെ ആഹാരം കൊടുക്കരുത്, പൂച്ചക്ക് ആഹാരം കൊടുക്കരുതെന്ന് പറയാൻ അയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അതുപോലെ സുപ്രീം കോടതിയോട് ഞാൻ ചോദിക്കുന്നു, എല്ലാ ബഹുമാനവും സുപ്രീം കോടതിയോട് നിലനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ഏതെങ്കിലും സ്കൂളിലൊക്കെ പഠിച്ച് വലിയ ഡിഗ്രികളൊക്കെ എടുത്തിട്ട് താങ്കൾ ഒരു പീഠത്തിൽ വന്ന് വിധിക്കുന്ന വിധികളാണ്. നിങ്ങൾക്ക് ഈ വലിയ ജീവിതം അല്ലാതെ സാധാരണക്കാരുടെ താഴത്തെ തട്ടിലുള്ളവരുടെ ജീവിതം ഒരുപക്ഷെ നേരിട്ട് കണ്ടുള്ള അനുഭവമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സാധാരണക്കാരുമായിട്ട് വളരെ ഇടപഴകി ജീവിക്കുന്ന ഒരു ജീവിയാണ് നായ. ഈ ഭൂമിയിൽ ദൈവം അല്ലെങ്കിൽ പ്രകൃതി ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഈ പ്രകൃതി ചരിക്കുന്നത്, മുന്നോട്ട് പോകുന്നത് ഈ ആവാസ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. ആ ആവാസ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ് നായ്ക്കൾ. അപ്പോൾ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ നായ്ക്കൾ വിശന്ന് ചത്തു പോട്ടെ, ഈ ഭൂമിയിൽ നിന്ന് നായ്ക്കൾ ഒഴിവാക്കട്ടെ എന്ന് സുപ്രീം കോടതി വിചാരിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അവരെ കൊല്ലുന്ന ഇവിടെ അത് ജനങ്ങളെ സുരക്ഷിതമാക്കാം എന്ന് സുപ്രീം കോടതി ചിന്തിക്കുന്നുവെങ്കിൽ, സുപ്രീം കോടതി ഈ വിധി പ്രഖ്യാപിച്ച ആൾ ദൈവത്തെ വെല്ലുവിളിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെ വെല്ലുവിളിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ഭൂമിയിൽ മനുഷ്യന് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം കൊടുത്തിട്ടുണ്ട്, മനുഷ്യന് ആവശ്യമില്ലാത്തതും കൊടുത്തിട്ടുണ്ട്. മനുഷ്യന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഇന്ന് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളെ നമ്മൾ ഇല്ലാതാക്കി കളയുന്നു. ഇവിടെ കൊറോണ പോലെയുള്ള വൈറസ് മഹാമാരികൾ വരാതിരിക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഇത്രയും വിദ്യാസമ്പന്നരെന്ന് പറയുന്ന ഈ ജഡ്ജിമാരും വക്കീലന്മാരും സാറന്മാരും കൊച്ചമ്മമാരും സമ്പന്നരും സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം ചാക്കിലും കവറിലും കെട്ടിക്കൊണ്ടെറിയുന്ന വേസ്റ്റുകൾ ഇവിടെ കിടന്ന് മലിനമായി സാധാരണക്കാർ രോഗികളായിട്ട് മാറും. അപ്പോൾ അതെല്ലാം തിന്നു തീർത്ത് നമ്മളെ ഒരു വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ഈ തെരുവുമൃഗങ്ങളാണ്. അപ്പോൾ സുപ്രീം കോടതി ഇങ്ങനൊരു വിധി, പട്ടികൾക്ക് ആഹാരം കൊടുക്കരുത് എന്നൊരു വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതി ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വേസ്റ്റ് റോഡിൽ കൊണ്ട് തള്ളുന്ന അത് പൂർണ്ണമായി നിരോധിച്ച് ഒരു കുഞ്ഞു പോലും റോഡിൽ വേസ്റ്റ് തള്ളുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ഒരു ഉത്തരവാദിത്തം സുപ്രീം കോടതി എടുക്കണം. അതിന് സുപ്രീം കോടതി സക്സസ് ആയാൽ മാത്രമേ തെരുവുമൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കരുത് എന്ന് സുപ്രീം കോടതി വിധിക്കാവൂ. അല്ലെങ്കിൽ പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഈ വേസ്റ്റൊക്കെ തിന്ന് തീർക്കേണ്ടി വരും പട്ടിക്ക് പകരം. അപ്പോൾ അതുകൊണ്ട് ഈ വിദ്യാസമ്പന്നരായ ആളുകളോട് സുപ്രീം കോടതി അതും കർശനമായി നിരോധിക്കാൻ പറയണം. വേസ്റ്റ് തള്ളുന്നതിനെ പൂർണ്ണമായും നിർത്തലാക്കാൻ പറയണം. അപ്പോൾ പിന്നെ ഈ നായ്ക്കൾ ഇവിടുന്ന് മാറ്റപ്പെടുമ്പോൾ പകരം ഈ ആവാസ വ്യവസ്ഥയ്ക്ക് നായ്ക്കൾക്ക് പകരം ഒരെണ്ണം പുനഃസ്ഥാപിക്കാൻ ഈ ജഡ്ജിമാർക്കും കഴിയണം. അല്ലെങ്കിൽ അവരുടെ പണി ജഡ്ജിമാർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതും ഓർക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ഈ ഭൂമിയിൽ മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങൾക്കും അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് വേണ്ടി കോടികൾ ഇവിടെ മൃഗസംരക്ഷണ വകുപ്പിൽ വക മാറ്റി വെച്ചിട്ടുമുണ്ട്. ഈ കോടികളൊന്നും ഇവിടെ നായ്ക്കൾക്ക് വേണ്ടിയിട്ടോ മറ്റ് മൃഗങ്ങൾക്ക് വേണ്ടിയോ ഒന്നും ചിലവാക്കപ്പെടുന്നില്ല. ഇവിടെ മൃഗസ്നേഹികളായ അവരെ സംരക്ഷിക്കാൻ തയ്യാറായിട്ടുള്ള എന്നെപ്പോലെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ അവർക്ക് അതിനുള്ള സ്ഥലമില്ല, സാമ്പത്തികമില്ല, അവർക്ക് മനസാക്ഷി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇവിടെ ജോലിയില്ലാതെ ഒരുപാട് പേര് നിൽപ്പുണ്ട്. സുപ്രീം കോടതി ഇങ്ങനൊരു വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ മൃഗസ്നേഹികളായ ആൾക്കാർക്ക് ഈ സർക്കാരിൻ്റെ കുമിഞ്ഞു കിടക്കുന്ന ഈ മൃഗസംരക്ഷണ വകുപ്പിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഫണ്ട് ഇവർക്ക് എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ള മൃഗസ്നേഹികളെ കണ്ടെത്തി അവർക്ക് ഈ ഫണ്ട് കൊടുക്കുക, വകമാറ്റി കൊടുക്കുക. അവർക്ക് ഇഷ്ടം പോലെ സർക്കാരിൻ്റെ
സർക്കാരിൻ്റെ കാട് പിടിച്ച് കിടക്കുന്ന ഏക്കർ കണക്കിന് വസ്തുവുണ്ട്. ഇവിടെ മൃഗസ്നേഹികളായ ഒരുപാട് മനുഷ്യന്മാർ വസ്തുക്കൾ മൃഗസംരക്ഷണത്തിന് വേണ്ടി ദാനം ചെയ്യുന്നുണ്ട്, ഏക്കർ കണക്കിന് വസ്തുക്കൾ. അതിൻ്റെ ആവശ്യമില്ല. സർക്കാരിന് ഇഷ്ടം പോലെ കോടിക്കണക്കിന് വസ്തുക്കൾ അവിടെ ഇവിടെയും കാട് കയറി ഉപയോഗം ഇല്ലാതെ കിടപ്പുണ്ട്. ഈ വസ്തുക്കൾ മൃഗസ്നേഹികളായ ആളുകൾക്ക് ഓരോ ആൾക്കും എത്ര പട്ടിയെ സംരക്ഷിക്കാൻ പറ്റുമോ അതിനനുസരിച്ചുള്ള സ്ഥലവും സാമ്പത്തികവും സുപ്രീം കോടതി അവർക്ക് ആക്കി കൊടുക്കണം. അല്ലാതെ ആഹാരം കൊടുക്കരുത്, ആഹാരം കൊടുത്താൽ അത് ശിക്ഷയുണ്ടാവും എന്ന് പറഞ്ഞ് കണ്ണും അടച്ച് ഒരു വിധി പ്രഖ്യാപിക്കുന്നതിൽ എന്ത് മനുഷ്യത്വമാണ്, എന്ത് ജനങ്ങളുടെ സുരക്ഷയാണ് ഉണ്ടാവുന്നത്? ഇനി സുപ്രീം കോടതി കാണാൻ പോകുന്നത് ഒരു പക്ഷേ തെരുവിൽ ആഹാരം കൊടുക്കുന്ന മൃഗസ്നേഹികളും മൃഗവിരോധികളും തമ്മിൽ പൊതുനിരത്തിൽ ഉള്ള അടി, മർദ്ദനം, മരണം, അത് സംബന്ധമായുള്ള മരണം, തമ്മിൽ തല്ലി ചാകുന്നതായിരിക്കും ഒരുപക്ഷെ ഇനി കൂടുതൽ കേസുകൾ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിധി നമ്മൾ പുറപ്പെടുവിക്കുമ്പം അതിൻ്റെ പിന്നിൽ, അതിൻ്റെ മുന്നിലും കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒന്നും നോക്കാതെ മൃഗങ്ങളുടെ കുറേ നല്ല വീഡിയോകൾ കാണിച്ചപ്പോൾ അതിൻ്റെ തിരിച്ചും വീഡിയോകളുണ്ടെന്ന് സുപ്രീം കോടതി ഒരിക്കൽ പറഞ്ഞു. മൃഗങ്ങൾ ഉപദ്രവകാരികളായിട്ടുള്ള വീഡിയോകളുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ മൃഗങ്ങൾ ഉപദ്രവകാരികളായിട്ടുള്ള വീഡിയോകളെക്കാൾ വളരെ എത്രയോ ശതമാനം കൂടുതലാണ് മൃഗങ്ങൾ ജനങ്ങൾക്ക് ഉപകാരികളാകുന്നു എന്നുള്ള വീഡിയോകൾ. അത് മറന്നു പോകരുത്. ഇക്കണക്കിന് മൃഗങ്ങൾ ഉപദ്രവകാരികളാകുന്നു എന്ന് പറഞ്ഞ സുപ്രീം കോടതി ജഡ്ജിയോട് ഞാൻ വിനയത്തോടെ തന്നെ ചോദിക്കുകയാണ്, ഈ നാട്ടിൽ എത്ര ക്രിമിനലുകളുടെ കൊലപാതക കേസുകൾക്ക് നിങ്ങൾ വിധി പറഞ്ഞിട്ടുണ്ടാവും? ഈ നിരപരാധികളായ ഒരുപാട് ആളുകൾ റോഡിലിട്ട് വെട്ടിയും കുത്തിയും അടിച്ചും ഇടിച്ചും, രാഷ്ട്രീയക്കാരാവട്ടെ, ക്രിമിനലുകളാവട്ടെ, ഗുണ്ടകളാവട്ടെ, എല്ലാവരും കൊന്ന എത്രയോ നിരപരാധികളുണ്ട്. ആ കണക്കിനേക്കാൾ എത്ര വലുതാണ് നായ്ക്കളാൽ കടിച്ചു കൊല്ലപ്പെട്ടവരുടെ എണ്ണം? ഒന്ന് സുപ്രീം കോടതി ആ കണക്കൊന്ന് പുറത്തുവിടണം. അപ്പോൾ ഇവിടെ ക്രിമിനലുകൾ അഴിഞ്ഞാടി ജനങ്ങളെ പൊതുനിരത്തിലിട്ട് വെട്ടിക്കൊല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല. ഒരു വന്യമൃഗം, അതും അല്ലെങ്കിൽ ഒരു വന്യമൃഗമെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു മൃഗം, സ്കൂളിലും കോളേജിലൊന്നും പോയിട്ടില്ല, വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ഒരു മൃഗം ഒരു മനുഷ്യനെ കടിച്ചു എന്നുള്ളത് ഇത്ര വലിയ തെറ്റായിട്ട് കാണുന്നത് എന്ത് ന്യായമാണെന്ന് മനസ്സിലാവുന്നില്ല. പട്ടി കടിച്ച് ഉള്ള മരണം എത്ര? മനുഷ്യനെ കൊന്നുള്ള മരണസംഖ്യ എത്ര? ഈ ആനുപാതികം കോടതി ഒന്ന് ദയവായി പുറത്തുവിടണമെന്ന് ഞങ്ങൾ മൃഗസ്നേഹിയുടെ ഒരു അഭ്യർത്ഥനയാണ്. അത് പുറത്തു വിട്ടേ പറ്റൂ. അപ്പോൾ അറിയാം ഇവിടെ ആരെയാണ് ഒതുക്കേണ്ടത്, ആരാണ് ഒതുക്കപ്പെടേണ്ടതെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും. പട്ടിയെയാണോ മനുഷ്യനെയാണോ നിലയ്ക്ക് നിർത്തേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. മനുഷ്യൻ വേസ്റ്റ് കൊണ്ട് തള്ളുന്നു, പട്ടി പറഞ്ഞില്ലല്ലോ ഞങ്ങൾക്ക് വേസ്റ്റ് കൊണ്ട് പൊതുനിരത്തിൽ ഇങ്ങനെ തള്ളിത്തരാൻ. അപ്പോൾ വിദ്യാഭ്യാസവും വിവരമുള്ള മനുഷ്യനിരുന്ന് വിദ്യാഭ്യാസവും വിവരത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള പ്രവൃത്തികൾ കാണിക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പട്ടികൾക്ക് വേണ്ടി വകമാറ്റിയ കോടികൾ ഞങ്ങളെപ്പോലുള്ള മൃഗസ്നേഹികൾക്ക് തരൂ. ഞങ്ങളവരെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്, ഞങ്ങളവരെ സംരക്ഷിച്ചോളാം. ഇവിടെ ഒരു മൃഗവിരോധികളും ഇവിടെ അഴിഞ്ഞാടേണ്ടത് ആവശ്യമില്ല. മൃഗസ്നേഹികളെ റോഡിലിട്ട് അസഭ്യം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് എവിടെ ചെന്ന് എത്തും എന്നുള്ളത് എനിക്കറിയില്ല. വടക്കൻ ജില്ലകളിലൊക്കെ സംസ്ഥാനങ്ങളിലൊക്കെ ഈ മതത്തിൻ്റെയും പിന്നെ ഇറച്ചിയുടെ പശുവിനെ കൊല്ലുന്നതിൻ്റെ പേരിലൊക്കെ ജനങ്ങൾ തമ്മിലടിച്ച് മരിച്ച ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ വീണ്ടും കേരളത്തിലും ഇന്ത്യയിലും പട്ടികൾക്ക് വേണ്ടി നിരത്തിൽ ജനങ്ങൾ കൂട്ടയടിച്ച് മരണപ്പെടുമ്പോൾ സുപ്രീം കോടതി ഈ വിധി പുറപ്പെടുവിച്ച ജഡ്ജി അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് താങ്കളോട്. അതിൻ്റെ ഉത്തരവാദിത്തം താങ്കളുടെ വിധിയെ അടിസ്ഥാനമാക്കിയാണല്ലോ. താങ്കൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കുമോ? താങ്കൾ ഇതിനു മുമ്പ് വിധിച്ച വിധികളെല്ലാം ജനങ്ങൾ ഇവിടെ പാലിക്കുന്നുണ്ടോ? പൊതുനിരത്തിൽ മാലിന്യം എറിയരുത്, പൊതുനിരത്തിൽ പുക വലിക്കരുത്, ഇങ്ങനെയുള്ള ഒരുപാട് വിധികൾ വന്നിട്ടുണ്ടല്ലോ. മദ്യം ഉണ്ടാക്കുന്നത്, വിൽക്കുന്നത്, ഇതൊക്കെ നിരോധിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഇവിടെ പ്രാവർത്തികമാവുന്നുണ്ടോ? മനുഷ്യന് വേണ്ടാത്ത എന്തെല്ലാം സാധനങ്ങൾ, കഞ്ചാവ്, മയക്കുമരുന്ന് ഉപയോഗിച്ച് മനുഷ്യന് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാതെ, സമാധാനം തരാതെ മനുഷ്യനെ കൊല ചെയ്യുന്ന എത്രയോ ഗ്യാങ്ങുകൾ ഈ നാട്ടിലുണ്ട്. ഇവരെയൊക്കെ ഒതുക്കാൻ സുപ്രീം കോടതിക്ക് കഴിഞ്ഞോ? ഇതിനൊന്നും കഴിയാതെ, പ്രതികരിക്കാൻ കഴിയില്ലാത്ത ഒരു മിണ്ടാപ്രാണിയുടെ നേരെ വന്നിട്ട് ഇങ്ങനെയുള്ള മണ്ടൻ വിധികൾ പറയാൻ താങ്കൾക്ക് നാണമില്ലേ? ഒരു മൃഗത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് അറിയാം. പിന്നെ ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്, നായ്ക്കൾക്കും അവകാശമുണ്ട്. ആന കുത്തിക്കൊന്നു, കടന്നൽ കുത്തിക്കൊന്നു, പന്നി കുത്തിക്കൊന്നു, മുള്ളംപന്നി കുത്തിക്കൊന്നു,
ആന കുത്തിക്കൊന്നു, കുതിര ചവിട്ടിക്കൊന്നു, കഴുത ഇടിച്ചു കൊന്നു, ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ മരണം എടുത്താൽ അതിൽ നിന്നും ആ സംഖ്യക്കാലും എത്ര വലുതാണ് പട്ടി കടിച്ചുള്ള മരണം. പട്ടി കടിച്ചുള്ള മരണം എന്ന് പറഞ്ഞാൽ ഒരു റാബീസ് വന്നുള്ള മരണം മാത്രമേ പട്ടി കടിച്ചിട്ട് മരണമായി സംഭവിക്കുകയുള്ളൂ. പട്ടി കടിച്ച വ്യക്തികൾ ആ മുറിവ് കരിഞ്ഞ് ജീവിതത്തിലേക്ക് വരും. പക്ഷേ റാബീസ് വന്ന പട്ടി കടിച്ച വ്യക്തി മാത്രമാണ് മരണപ്പെടുന്നത്. അത് വളരെ തുലവും കുറവാണ്. എന്തുകൊണ്ട് റാബീസ് വന്നു? ഇവർക്ക് വേണ്ടി വകമാറ്റിയ ക്യാഷ് ഇവർക്ക് വേണ്ടി ചെലവഴിക്കാത്തതുകൊണ്ടും ഇവർക്ക് സമയത്തിന് വാക്സിൻ കൊടുക്കാത്തതുകൊണ്ടും ഇവരെ പ്രോപ്പറായി പരിചരിക്കാത്തതുകൊണ്ടും അല്ലേ? മനുഷ്യന് വീടുകളിൽ പോയി നമ്മൾ നോക്കുന്നു, പാലിയേറ്റീവ് കെയർ. അതുപോലെ മൃഗങ്ങൾക്ക് ഇവിടെ മൃഗസ്നേഹികളുണ്ട്. എല്ലാ വീട്ടിലെ മൃഗങ്ങളെ മാസം തോറും അവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻ്റ് ആയാലും അവരുടെ വാക്സിനേഷൻ ആയാലും അവരുടെ വിരയിളക്കലായാലും ഇവരുടെ പരിചരണം എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇവരുടെ ഫണ്ട് ഈ മൃഗസ്നേഹികളായ ആൾക്ക് വേണ്ടി സർക്കാർ ഉപയോഗിക്കണം. അതിനുവേണ്ടി എന്ത് സുപ്രീം കോടതി മുൻകൈ എടുക്കാത്തത്? ഈ ഫണ്ടൊക്കെ എങ്ങോട്ട് പോകുന്നു? ആരുടെ പോക്കറ്റിൽ പോകുന്നു? ഇതിനൊക്കെ സുപ്രീം കോടതിക്ക് യാതൊരു മറുപടിയില്ല. തെരുവിൽ മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കരുത് എന്ന് പറയാൻ മാത്രമേ ജഡ്ജി വാതുറക്കുള്ളൂ, മറ്റൊന്നിനു വേണ്ടി വാതുറക്കില്ല. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള വിധികൾ പുറപ്പെടുവിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ. ഈ ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങൾക്കും തുല്യ അവകാശമുണ്ട്. ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഇവിടെ മൃഗസ്നേഹികളായ ഞങ്ങളെപ്പോലെയുള്ളവരാരും ജനിപ്പിച്ചതോ പ്രസവിച്ചതോ ഒന്നുമല്ല പട്ടികളെ. ഇതൊക്കെ മനുഷ്യനുണ്ടാവും മുമ്പ് ദൈവം ഉണ്ടാക്കി വെച്ചതാണ് ഈ ഭൂമിയിൽ. അവരെ ഈ ഭൂമിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ ജഡ്ജിയല്ല ആര് വിചാരിച്ചാലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ ഇത്രയും ചോദ്യങ്ങൾക്ക്, അതായത് ഇപ്പോൾ പട്ടി കടിച്ചുള്ള ഇവിടുത്തെ മരണം, മനുഷ്യനാൽ കൊല്ലപ്പെട്ട മരണസംഖ്യ, ഇത് രണ്ടും തമ്മിലുള്ളൊരു അനുപാതം ഈ മൃഗവിരോധികളായ എല്ലാവർക്കും ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ആ ഒരു കണക്ക്, പട്ടി കടിച്ച് എത്ര പേര് മരിച്ചു, റാബീസ് വന്ന് എത്ര പേര് മരിച്ചു, ഇങ്ങനെയുള്ള കണക്കും മനുഷ്യനാൽ കൊല്ലപ്പെട്ട കൊലപാതകങ്ങൾ, മറ്റ് മൃഗങ്ങളെ കൊല്ലപ്പെട്ട സംഖ്യ, എല്ലാ സംഖ്യയും കൂടെ വെച്ചിട്ട് നമുക്കൊരു താരതമ്യ പഠനം നടത്താം. നായയെ മാത്രം കണ്ണടച്ച് അങ്ങ് ഒരു ശത്രുവായി കണ്ട് നായയെ മാത്രം ഒതുക്കി തീർക്കാൻ ഒരു വ്യഗ്രത കാണിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ എല്ലാ മൃഗങ്ങളെയും കൊന്നൊടുക്കണമല്ലോ. ആന ഉൾപ്പെടെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന പന്നി, അതുപോലെയുള്ള കാട്ടുമൃഗങ്ങൾ, കുതിര, സിംഹം, ഇതുപോലെ എത്രയോ വീഡിയോകൾ യൂട്യൂബിൽ സിംഹം മനുഷ്യനെ കടിക്കുന്നത്, പുലി പിടിക്കുന്നത് വീഡിയോകളുണ്ട്. ഇവരെയൊക്കെ സുപ്രീം കോടതി കൊല്ലാൻ വിധിക്കുമോ? അങ്ങനെയാണെങ്കിൽ നാട്ടിൽ മൃഗങ്ങളെ വേണ്ട, ജഡ്ജിയും കുറേ മനുഷ്യരും മാത്രമേ ഈ ഭൂമിയിൽ മതി. ബാക്കി എല്ലാ മൃഗങ്ങളെയും കൊന്നൊടുക്കിയേര്. അല്ല പട്ടിയെ മാത്രം തേടിപ്പിടിച്ച് അവരെ മാത്രം ഒതുക്കണമെന്ന് പറയുന്നത് അത് വളരെ മോശമായ ഒരു വിധിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിധി കണ്ടിട്ട് അധികം ആരും മൃഗവിരോധികളൊന്നും സന്തോഷിക്കേണ്ട. മൃഗവിരോധികളെ റോഡിലിട്ട് പിച്ച് ചീന്താമെന്നും ആരും വിചാരിക്കേണ്ട. അതിനെതിരെ എന്തായാലും മനുഷ്യത്വമുള്ള കുറേ ആളുകളെങ്കിലും ഈ നാട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവർ അതിനുവേണ്ടി പ്രവർത്തിക്കും. അതിന് ഈശ്വരൻ അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.